Hello everyone, നമസ്കാരം. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വിഡ്, അതായത് കണവ കൊണ്ട് ഒരു മസാലയാണ്. കണവ മസാല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, ഞാൻ 1/2 കിലോ കണവ ഞാൻ വൃത്തിയാക്കിയിട്ട് ഇത് കണ്ടോ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 1/2 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും വരും. പിന്നെ 2 തക്കാളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, അര ടീസ്പൂൺ കുരുമുളക്, അതുപോലെ ചെറിയ 2 പീസ് പട്ട, ഒരു 7-8 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണിന് മുകളിൽ 1/2 സ്പൂണിന് താഴെ പെരിഞ്ജീരകം. പിന്നെ ഞാനിതിൽ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ഈ വറവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് അതിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് വെങ്കായം, അതായത് സവോള നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ആവശ്യത്തിന് വെള്ളം, അത്രയും സാധനങ്ങളെ വേണ്ടൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ മസാല ഉണ്ടാക്കുന്നത് കുറച്ചൊന്ന് വറുത്തിട്ടാണ് കേട്ടോ, ഒരു നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് കത്തിക്കുക. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 ഏലക്കായയും, അതുപോലെ ഗ്രാമ്പുവും, പെരിഞ്ജീരകവും, കുരുമുളകും, അതുപോലെ പട്ടയും നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും. നമുക്കിത് പൊടിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടി യൂസ് ചെയ്താലും മതി കേട്ടോ. പെരിഞ്ജീരകം ലേശം ഒന്ന് പൊട്ടാൻ തുടങ്ങും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് റോസ്റ്റ് ആയി എന്ന്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത്. അത്യാവശ്യം മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഏലക്കായ ചെറുതായിട്ടൊന്ന് നടുക്കൂടി മുറിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കില്ല കേട്ടോ. ഇപ്പോൾ ജീരകം ലേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇത്രയായാൽ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പം തന്നെ ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഈ ചൂട് മതിയാവും നമുക്ക്. അത് മുഴുവൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, എണ്ണയൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം മൂത്ത മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിനി ഇതിനെ ഒരു ജാറിലേക്ക് മാറ്റാം. ഇത് ലേശം ഒന്ന് തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഞാൻ എന്തിനാണ് ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് ഗ്യാസ് ഒന്നും കൂടെ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ കുറയ്ക്കാം കേട്ടോ, പ്രശ്നമില്ല. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് പൊട്ടട്ടെ. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ മുറിച്ച സവോള, അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഓപ്ഷനിലാണ് കേട്ടോ. കടുകും കറിവേപ്പിലയും ഓപ്ഷനിലാണ്. പക്ഷെ കടുകും കറിവേപ്പില ഇടുന്ന സമയത്ത് കുറച്ച് നല്ല മണം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും കടുകൊക്കെ ചേർക്കണം. ഫ്ലെയിം ഞാൻ ലേശം ഒന്ന് കൂട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിം ആക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടോ, ഇപ്പം നന്നായിട്ട് വെങ്കായമൊക്കെ വഴഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ട് ഒരു നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്.
നമ്മളപ്പോൾ ഈ സ്റ്റേജിൽ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ കുറച്ച് നേരത്തെ ചേർത്ത് കൊടുക്കാം, പക്ഷേ കാരം കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് കാരം കയറും. സോ അതുകൊണ്ട് പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതാണ് ഒരു പ്രശ്നം. പക്ഷേ നന്നായിട്ട് കൂട്ടാനിലേക്കൊക്കെ നന്നായിട്ട് എരിവ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഓൾറെഡി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാരം ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചേർക്കുന്ന ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് കേട്ടോ. ഞാനിതിലേക്ക് പച്ചമുളകും തക്കാളിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് വഴഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ വഴഞ്ഞ് വരട്ടെ. നമുക്കതൊരു വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഞാനത് കാണിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ സ്ക്വിഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും സ്ക്വിഡ് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊക്കെ എന്തായാലും ഒന്ന് കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്വിഡ്, അതായത് കണവയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് വെള്ളം വേണം, നമ്മൾ മസാലയല്ലേ ഉണ്ടാക്കണം. ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുക്കാവട്ടെ. ഒരു 5 to 10 മിനിറ്റ് നേരം നന്നായി കുക്കാവട്ടെ കേട്ടോ, അല്ലെങ്കിൽ വയറുവേദനിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇല്ല, ആയിട്ടില്ല. ഞാൻ കുരുമുളക് തരിവിരുന്നാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാനൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇൻ ദ മീൻ ടൈം പട്ടിയും ഗ്രാമ്പൊക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ പർട്ടിക്കുലർ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ഡിഷസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.